16 വർഷമായിട്ട് ഈ കേരളത്തിൽ ഇതുപോലെ മാഫിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? 16 വർഷത്തിന് അപ്പുറത്ത് പിണറായി വിജയനെ പോലെ എവിടെ ഈ ബിസിനസ് 20,000 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന സ്ഥലത്ത് അൻവർ എന്താ പറഞ്ഞത്? രത്നക്കല്ല് കച്ചവടം, പിന്നെയോ സ്വർണ്ണ കച്ചവടം. ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രദേശത്ത് മാധ്യമ സുഹൃത്തുക്കൾ പരിശോധിക്കുക. അവിടെ രത്നം ഖനനം ചെയ്യുന്ന സ്ഥലമല്ല, അവിടെ സ്വർണം ഖനനം ചെയ്യുന്ന സ്ഥലമല്ല. അവിടെ ആകെയുള്ളത് എന്താണെന്നറിയുമോ? ഇരുമ്പയിര്, പിന്നെ ബോക്സൈറ്റ്, പിന്നെ കരിമണൽ കർത്തയുടെ കരിമണൽ. ഈ 3 കാര്യങ്ങൾ മാത്രമുള്ള പ്രദേശത്ത് 20,000 കോടി രൂപ നിക്ഷേപിച്ചവരുടെ 4,000 കോടി രൂപ അൻവറിൻ്റെ കയ്യിൽ, അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവായിട്ട് പ്രവർത്തിച്ചവൻ്റെ കയ്യിൽ 4,000 കോടി രൂപ കൊടുത്തയച്ച് അതിൻ്റെ കണക്ക് ചോദിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് എൻ്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കമലേടത്തിയും മക്കളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിദേശ യാത്രയ്ക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് പരിശോധിച്ചു നോക്കണം. എവിടെയാണ് ഇറങ്ങുന്നത്, അവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്, എവിടേക്കാണ് ഈ മഹാന്റെ യാത്ര? അത് പരിശോധിച്ചുകൊണ്ടാണ് ദേശീയ ഏജൻസി ചില കോൺഫിഡൻസ് രേഖകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ചില യാത്രകൾ ഇപ്പൊ പോണ്ട എന്ന് പറഞ്ഞത്. മണിച്ചിത്രത്താഴില് ഭ്രാന്ത് അതികലശലായപ്പോൾ ആ ഭ്രാന്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്നുണ്ട്, ഗംഗയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏത് വഴിയിലൂടെയും സഞ്ചരിക്കുമെന്ന് നകുലനോട് പറയുന്നത് പോലെ തൻ്റെ അഴിമതിപ്പണം അത് രക്ഷിച്ചെടുക്കാനുള്ള ഉന്മാദം, ഭ്രാന്ത് അത് ബാധിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വയസ്സുകാലത്ത് അങ്ങനെ ഊരു ചുറ്റാൻ പോകുന്നതെങ്കിൽ ഇനി എയറോഡ്രാമിൽ നിന്ന് അങ്ങനെയുള്ള അഴിമതി പരിപാടിക്ക് വേണ്ടി പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ചങ്കൂറ്റമുള്ള നട്ടലുള്ള സഖാക്കന്മാർ കേരളത്തിലുണ്ടോ എന്നുള്ള ചോദ്യം ഗോവിന്ദൻ മാഷേ നിങ്ങളുടെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാർ ചോദിക്കുകയാണ്. അൻവറിന് വേണ്ടി കൊടിപിടിക്കുന്നവരുണ്ടല്ലോ, ആ അൻവറിന് വേണ്ടി കൊടിപിടിച്ചുകൊണ്ട് അൻവറിനെ മഹാനായിട്ട് വാഴ്ത്തുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 20 വർഷക്കാലം മലപ്പുറം ജില്ലയിൽ താമസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അവിടുത്തെ വഴിയോര കച്ചവടക്കാരെ കുറിച്ച് അൻവർ പ്രസംഗത്തിൽ പറഞ്ഞു, അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ കുറിച്ച് അൻവർ പ്രസംഗത്തിൽ പറഞ്ഞു. എന്താണ് നിലമ്പൂർക്കാരനായിട്ടുള്ള അൻവർ മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട കപ്പലണ്ടി കച്ചവടക്കാരന് വേണ്ടി ചെയ്തിട്ടുള്ളത്? നാളിത്രയായി ഓട്ടോറിക്ഷ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. പഠിക്കാൻ ഗതിയില്ലാത്ത യതീമുകളായ മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? കേരളത്തിൽ നയം വ്യക്തമാക്കാൻ മിസ്റ്റർ അൻവർ തയ്യാറാകണം. പിണറായി വിജയൻ 1-ാം നമ്പർ കള്ളൻ, 2-ാം നമ്പർ കള്ളൻ വി ഡി സതീശൻ, 3-ാം നമ്പർ കള്ളൻ അൻവർ, 4-ാം നമ്പർ കള്ളൻ കെ.ടി. ജലീൽ, 5-ാം നമ്പർ കള്ളൻ കാരാട്ട് റസാക്ക്. ഇവരെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് അധോലോക സംഘമാണ്. മാധ്യമപ്രവർത്തകരോട് ആരുടെ അടിയന്തരത്തെ കുറിച്ച് പറയാനാണ് ജലീൽ പത്രസമ്മേളനം വിളിച്ചത്? ജലീൽ എന്താ പത്രസമ്മേളനത്തിന് മുൻപ് പറഞ്ഞത്? ഞാൻ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്, എന്നിട്ടോ ആകെ മറച്ച് താഴെയിടും, അങ്ങനെയല്ലേ പറഞ്ഞത്? എന്താ പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് ജലീൽ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ച പേപ്പർ കാര്യങ്ങൾ അതെല്ലാം ആരാണ് മധ്യസ്ഥം നിന്നുകൊണ്ട് തീർത്തു കൊടുത്തത്? കേരളത്തിലെ ജനങ്ങൾക്കറിയണം. ജലീൽ നടത്താൻ ഉദ്ദേശിച്ച പത്രസമ്മേളനത്തെ മാറ്റിമറിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള അധോലോക സംഘത്തിന്റെ നേതൃത്വം എടുക്കുന്നവർ കേരളത്തിന്റെ മണ്ണിൽ മറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ആർക്ക് വേണമെങ്കിലും അൻവറിന്റെ പാർട്ടിയിലേക്ക് പോകാം. പക്ഷേ രാജ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിം ഉമ്മമാരോട് ഒന്ന് സൂക്ഷിച്ചോളൂ. ഭീകരവാദ സംഘടനകളുടെ വിളയാട്ടം കൊണ്ട് ഭാരതത്തിൽ പഴയ കാശ്മീർ ഉണ്ടല്ലോ, ആ പഴയ കാശ്മീരില് രാജ്യദ്രോഹ സംഘടനയ്ക്ക് വിട്ടുവാക്കിക്കൊണ്ട് പാവപ്പെട്ട ഉമ്മമാരുടെ മക്കളെ കണ്ണൂരിലെ ഫയാസിന് വരെ, പെയിന്റ് തൊഴിലാളിയായിട്ടുള്ള കണ്ണൂരിലെ ഫയാസിന് വരെ പിടിച്ചുകൊണ്ടുപോയി അവരെ രാജ്യദ്രോഹിയാക്കി മാറ്റിയ ഭീകരവാദ സംഘടനകൾ ഉണ്ടായിരുന്ന ആ പഴയ കാശ്മീരാക്കാൻ, കേരളത്തെ ആ പഴയ കാശ്മീരാക്കാൻ ഇവിടത്തെ ഏത് പൊന്നുതമ്പുരാൻ തീരുമാനിച്ചാലും ഞങ്ങളൊക്കെ മരിക്കണം മിസ്റ്റർ അൻവർ. സാധിക്കില്ല. തീവ്രവാദികളുടെ കൂടെ കൂട്ടിക്കൊണ്ട് NIA വന്ന് നേതാക്കന്മാരെ കൊണ്ടുപോയിട്ടുള്ളൂ. അണികളൊക്കെ കേരളത്തിലുണ്ട്, ഞങ്ങൾക്കറിയാം.
ഞങ്ങളൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. കേരളത്തിൽ NIA-യുടെ ഉദ്യോഗസ്ഥന്മാർ വന്നു. ഈ കാക്കിയിട്ട പോലീസിനെ വിശ്വസിച്ചിട്ടാണോ? അല്ല. NIA ഇവിടുത്തെ ADGP-യോട് സംസാരിച്ചില്ല. കേരളത്തിലെ തീവ്രവാദത്തെക്കുറിച്ച്, കേരളത്തിലെ ഭീകരവാദത്തെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി NIA വന്നപ്പോ ഇവിടുത്തെ ഒരു പോലീസ് അധികാരിയും അറിഞ്ഞില്ല. അവര് ബംഗാളിൽ നിന്ന് വന്ന, ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന പണിക്കാരെ പോലെ, ജോലിക്കാരെ പോലെ ആരാന്റെ വീട്ടില് ഇറച്ചി വാങ്ങാൻ പോയി, വിറക് വെട്ടിക്കൊടുത്തു, വെള്ളം കോരി, രഹസ്യമായിട്ട് താമസിച്ചു. അങ്ങനെ കേരളത്തെ പഴയ കാശ്മീരാക്കാൻ പരിശ്രമിക്കുന്ന NIA-യുടെ ഭീകരവാദ ശക്തികളെ ഇവിടെ നിന്ന് പിടിച്ചെടുത്ത് ജയിലിനകത്ത് കൊണ്ടുപോയി തളച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വിസിലടിച്ചാൽ 1 ലക്ഷത്തോളം ആളുകളെ കേരളത്തിന്റെ തെരുവീതിയിൽ അണിനിരത്താൻ സാധിക്കുന്ന ആ ഭീകരവാദ സംഘടനകൾ, അതിലെ കൊച്ചുകുട്ടികൾ, ചെറുപ്പക്കാർ, തെറ്റിദ്ധരിക്കപ്പെട്ടവർ, അരിയും മലരും കുന്തിരിക്കവും ഒക്കെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ആ പിഞ്ചു കുട്ടിയെ പോലെ 18 വയസ്സും അത് കഴിഞ്ഞ് 18 വയസ്സും 20 വയസ്സും ഒക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരെ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ഏതെങ്കിലും ഒരുത്തൻ ശ്രമിച്ചാൽ, പൂക്കളുണ്ടല്ലോ, പൂജയ്ക്ക് വേണ്ടിയിട്ട് പൂജാപുഷ്പം പറിച്ചെടുക്കുന്ന ലാഘവത്തോടുകൂടി ഈ തീവ്രവാദ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരെ അങ്ങനെ നിയമപരമായിട്ടുള്ള കരങ്ങൾ കൊണ്ട് പതിച്ചെടുക്കാൻ നല്ല നാട്ടിലുള്ള വിഷയമാണ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ എന്ന് മനസ്സിലാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൂട്ടാളികളും അൻവറും കൂട്ടാളികളും മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭ പിരിച്ചുവിടണം. നിങ്ങളെ ഇനി ഞങ്ങൾക്ക് കാണണ്ട. മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിങ്ങൾ പിരിച്ചുവിട്ട് അവസാനിപ്പിക്കണം. അപ്പൊ പ്രതിപക്ഷ നേതാവിന് ഈ ശമ്പളം ഉണ്ടാകില്ല, ഈ കസേര ഉണ്ടാകില്ല. പ്രതിപക്ഷവുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. നിയമസഭ പിരിച്ചുവിടാൻ തയ്യാറാകണം. മുഖ്യമന്ത്രി രാജിവെച്ച് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കളക്ടറേറ്റിന്റെ മുന്നിൽ ഞങ്ങൾ ഒരു സമരം സംഘടിപ്പിച്ചത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഞങ്ങൾക്ക് സമരവും അറിയാം, ഞങ്ങൾക്ക് നല്ല എഴുത്തുകൂട്ട് പരിപാടിയും അറിയാം. അത് ആവശ്യക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ 2 കേന്ദ്രമന്ത്രിമാരെ ഹോം മിനിസ്റ്റർ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കൂടെ ചെറുപ്പക്കാർ അണിനിരക്കണമെന്ന് പറയുമ്പോൾ ചെറുപ്പക്കാര് അണിനിരക്കുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മാറി നിൽക്കണം. നിങ്ങളെ ഞങ്ങൾക്ക് വേണം. കാരണം ഇവിടെ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും പാഴ്സിയും ജൈനനും എല്ലാവരുടെയും മക്കൾ ഇവിടത്തെ അമ്മമാർക്ക് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിറകിൽ കണ്ണുകൾ ഉണ്ടാകും. ഇവിടുത്തെ വിശിഷ്യ സ്ത്രീജനങ്ങളുടെ കണ്ണുകൾ ഉണ്ടാകുമെന്ന് സൂചന നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ധാർമ്മികമായ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നമ്മളെ ബാധിക്കപ്പെട്ടിട്ടുള്ള ഈ ശനിദോഷം, ഭരണത്തിന്റെ ശനിദോഷം, അത് എത്രയും പെട്ടെന്ന് അവസാനിച്ചു കിട്ടണം. അതിനാവശ്യമായിട്ടുള്ള നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ദേശീയ ഏജൻസിയും മുന്നോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ